നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. BJPയും കോൺഗ്രസും ഒരേ നയത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യമേഖലയെയും വിദ്യാഭ്യാസ മേഖലയോടും കേന്ദ്രം കടുത്ത അവഗണനയാണ് കാണിച്ചതെന്നും എയിംസും അതിവേഗ റെയിൽവേ പദ്ധതിയും പരിഗണിക്കാത്തത് നിരാശാജനകമെന്നും പിണറായി വിജയൻ. LDF നയിക്കുന്ന തെക്കൻ മേഖലാ ജനമുന്നേറ്റ യാത്രയ്ക്ക് ചേലക്കരയിൽ തുടക്കം. ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ട്രംപെന്നും ട്രംപിന് മുന്നിൽ കാൽ താക്കാൻ പോവുകയാണ് മോദിയും BJP സർക്കാരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിശ്വാസികൾക്ക് ഇടതുപക്ഷത്തെ വിശ്വാസമാണെന്നും LDFന്റെ നിലപാടുകളെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നും LDF വളരെ ഉറപ്പോടെയാണ് ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നതെന്നും ബിനോയ് വിശ്വം. തൃശൂർ പീച്ചിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മരിച്ചത് മയിലാടുംപാറ സ്വദേശി 35 വയസ്സുള്ള ഷിജോ. സംഭവം ചൊവ്വാഴ്ച വൈകിട്ട്. വാളയാർ വട്ടപ്പാറയിൽ കാട്ടാന ട്രെയിൻ തട്ടിച്ചരിഞ്ഞു. ആനക്കൂട്ടം ട്രാക്ക് കടക്കുമ്പോൾ ട്രെയിൻ തട്ടിയതെന്ന് നിഗമനം. മുള്ളൂർക്കര ഇരുനിലംകോട്ടിൽ നൂറ്റാണ്ടുകളായി 40 കുടുംബങ്ങൾ യാത്ര ചെയ്യുന്ന വഴി അടയ്ക്കാനുള്ള ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി വഴിയടയ്ക്കൽ നിർത്തിവെച്ച ക്ഷേത്ര കമ്മിറ്റി. വാർത്തകൾ വിശദമായി. BJPയും കോൺഗ്രസും ഒരേ നയത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യമേഖലയോടും വിദ്യാഭ്യാസ മേഖലയോടും കടുത്ത അവഗണനയാണ് കേന്ദ്രം കാണിച്ചതെന്നും എയിംസും അതിവേഗ പദ്ധതിയും പരിഗണിക്കാത്തത് നിരാശാജനകമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF നയിക്കുന്ന തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയും കോൺഗ്രസും ഒരേ നയത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആരോഗ്യമേഖലയും വിദ്യാഭ്യാസ മേഖലയും കടുത്ത അവഗണനയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിവിധതരം ശാക്തീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബജറ്റിൽ കേന്ദ്രവിഹിതം ഇല്ലാത്തതും ദീർഘകാല ആവശ്യമായ എയിംസ് പദ്ധതി പരിഗണിക്കാത്തതും നിരാശാജനകമാണ്. അതിവേഗ റെയിൽ പദ്ധതിയിലും കേരളത്തെ തഴഞ്ഞു. ഇത്രമാത്രം കേരളത്തെ അവഗണിക്കാൻ തങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ വികസന കാര്യങ്ങളിൽ അധികാരത്തിലുള്ളവരെ വന്നിച്ചു നിൽക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അതിന് വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. നാടിന്റെ വികസന പദ്ധതിയിൽ എതിർത്ത് നിൽക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. സമാനതകളില്ലാത്ത കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷം കേന്ദ്ര ബഡ്ജറ്റിൽ BJPയെ എതിർത്ത് പറയാൻ പോലും മടിച്ചു നിൽക്കുന്നു. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ലക്ഷ്യത്തോടെയുള്ള നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്രത്തിന് വലിയ പ്രോത്സാഹനമാണ് കോൺഗ്രസും പ്രതിപക്ഷവും നൽകുന്നത്. മറ്റൊരു സംസ്ഥാനവും നടപ്പിലാക്കാൻ കഴിയാത്ത നേട്ടമാണ് LDF സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സർക്കാർ സ്ത്രീ സുരക്ഷാ പദ്ധതിയും നടപ്പിലാക്കി. ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറയുന്നിടത്ത് ഇവിടെ എല്ലാം നടന്നു എന്ന് തിരിച്ചു പറയുന്ന സ്ഥിതിയിലേക്ക് മാറിയെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. BJPയുടെ ഒരു B ടീമായല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെ കുറിച്ച് അരേ അക്ഷരം അവരുടെ ഭാഗത്ത് നാം കേട്ടോ? എന്തേ അവർക്ക് ശബ്ദിക്കാൻ കഴിയാത്തത്? അത് LDFന് അനുകൂലമായി വരുന്നല്ലോ. നാടിന്റെ പ്രശ്നമല്ലേ, ജനങ്ങളുടെ പ്രശ്നമല്ലേ? അത് ഉതകുന്ന സമീപനമല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയാത്തത്? ഇപ്പോ സാന്ദർഭികമായി പറയട്ടെ, കേരള ബജറ്റ് അവതരിപ്പിച്ചല്ലോ. ഈ കേന്ദ്ര ബജറ്റ് വരുന്നതിന് മുൻപാണ് കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചത്. CPI ചേലക്കര മണ്ഡലം സെക്രട്ടറി P. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ ബിനോയ് വിശ്വം, ജാഥ അംഗങ്ങളായ M. സ്വരാജ്, CS. സുജാത, അഡ്വക്കേറ്റ് P. വസന്തം, VT. ജോസഫ്, KV. ബാലസുബ്രഹ്മണ്യം, രാജൻ മാസ്റ്റർ, യുജിൻ ബൊറേലി, പുഴമലയ്ക്കൽ വേണുഗോപാൽ, ഷാജു ജോർജ് അഗസ്റ്റിൻ, CP. അൻവർ സാദത്ത്, MP. K. രാധാകൃഷ്ണൻ, MLA UR പ്രദീപ്, AC. മൊയ്തീൻ, മുൻ MP. PK. ബിജു, CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV. അബ്ദുൽ ഖാദർ, KS. അംസ, PA. ബാബു തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ട്രംപാണെന്നും ട്രംപിന് മുന്നിൽ കാൽ നക്കാൻ പോവുകയാണ് മോദിയും BJP സർക്കാരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിശ്വാസികൾക്ക് ഇടതുപക്ഷത്തെ വിശ്വാസമാണെന്നും LDFന്റെ നിലപാടുകളെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നും LDF വളരെ ഉറപ്പോടെയാണ് ജനങ്ങൾക്ക് മുന്നിൽ പോകുന്നതെന്നും തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു.
വിശ്വാസികൾക്ക് ഇടതുപക്ഷത്തെ വിശ്വാസമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല മേഖലയിലും LDF ജയിച്ചു. ശബരിമല ഇരിക്കുന്ന വാർഡ് ജയിച്ചത് LDF ആണ്. LDF വളരെ ഉറപ്പോടെയാണ് ജനങ്ങൾക്ക് മുന്നിൽ പോകുന്നത്. LDFന്റെ നിലപാടുകൾ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തന്നെ വരും. കേരളത്തിൽ LDFനെ വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾക്ക് എല്ലാം അറിയാം. അടുത്തു വന്ന കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ മതി സംസ്ഥാന സർക്കാർ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. കേരളത്തെ ഇന്ത്യയിലെ സംസ്ഥാനമായി പോലും കാണാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല. ജനാധിപത്യ മര്യാദകളെ അവഗണിക്കുന്നതാണ് കേന്ദ്ര ബഡ്ജറ്റെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എത്രയോ വട്ടം വ്യക്തമാക്കി അറിയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും പറയാം. ശബരിമലയിലെ ഒരു തരി സ്വർണം ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അതാരായാലും ശരി, ഏത് പാർട്ടിയായാലും കൊള്ളാം, ശിക്ഷിക്കപ്പെടും. അവർ LDFനുണ്ട്, അവർ LDFനേ ഉള്ളൂ. അതുകൊണ്ടാണ് SITയുടെ അന്വേഷണത്തിൽ ഒരിക്കൽ പോലും ഗവൺമെൻറ് ഇടപെടുകയുമില്ല. നിർബാധം നടക്കട്ടെ അന്വേഷണം, കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരട്ടെ. അവരാരായാലും ശരി, അവരോട് ദാക്ഷിണ്യം കാണിക്കട്ടെ LDF. ഇതിനെ പറയാൻ പറ്റുമോ UDFന്റെ കൺവീനറെ എല്ലാവരും കണ്ടല്ലോ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പീച്ചിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മയിലാടംപാറ സ്വദേശി 35 വയസ്സുള്ള ഷിജോ ആണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ ആടിനെ തീറ്റാൻ പോയതായിരുന്നു ഷിജോ. രാത്രിയായിട്ടും കാണാതായതോടെ ബന്ധുക്കൾ വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് വനത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിജോ വനത്തിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. പീച്ചി പോലീസും വനംവകുപ്പും ചേർന്ന് വനത്തിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ച മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാളയാർ വട്ടപ്പാറയിൽ കാട്ടാന ട്രെയിൻ തട്ടിച്ചരിഞ്ഞു. ആനക്കുട്ടിയാണ് ചരിഞ്ഞത്. ആനക്കൂട്ടം ട്രാക്ക് കടക്കുമ്പോൾ ട്രെയിൻ തട്ടിയതെന്ന് കരുതുന്നു. പാലക്കാട് വാളയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാൻ പാർക്കിന് സമീപം റെയിൽവേയുടെ A ട്രാക്കിലാണ് ആനയെ ട്രെയിൻ തട്ടി നിലയിൽ കണ്ടത്. ബുധനാഴ്ച കാലത്ത് 5 മണിയോടെയാണ് സംഭവം. റെയിൽവേ പാളത്തിന് സമീപം ആനയുടെ ജഡം കിടക്കുന്ന നിലയിലാണ് ഉള്ളത്. കാട്ടാനകൾ നിരന്തരം അപകടത്തിൽപ്പെടുന്ന മേഖലയാണ് ഇത്. ന്യൂസ് സെന്റർ, പാലക്കാട്. നൂറ്റാണ്ടുകളായി 40-ലധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്നു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടിലേക്കും ചെക്ക് ഡാമിലേക്കും ഉപയോഗിക്കുന്നതുമായ വഴി ഇരുനിലങ്കോട് ക്ഷേത്ര കമ്മിറ്റി അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലം വഴിയടയ്ക്കൽ നടപടി നിർത്തിവെച്ചിരിക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഇരുനിലങ്കോടിലുള്ള ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് നൂറ്റാണ്ടുകളായി താമസിക്കുന്ന 40-ലധികം കുടുംബങ്ങളും കൂടാതെ പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിലേക്കും ചെക്ക് ഡാം, ഫോറസ്റ്റ് പ്രദേശം എന്നിവിടങ്ങളിലേക്ക് ഏക ആശ്രയവും നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന പൊതുവഴി അടച്ചുകെട്ടുന്നതിനുള്ള ശ്രമം നിലവിലെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും നടക്കുകയുണ്ടായി. നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചുവെങ്കിലും തുടർന്നും വഴിയടയ്ക്കാനുള്ള ശ്രമങ്ങൾ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നതിനാൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിനുമായി കഴിഞ്ഞ ദിവസം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസിന്റെ നേതൃത്വത്തിൽ ഇരുനിലങ്കോട് സെന്ററിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ മെമ്പറുമായ MH അബ്ദുൽ സലാം, 2-ാം വാർഡ് മെമ്പർ മീന, 3-ാം വാർഡ് മെമ്പർ സയന സലാം, വാർഡ് മെമ്പർ ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കൂടാതെ വാർഡ് മെമ്പർ സയനയുടെ അധ്യക്ഷതയിൽ 11-അംഗ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. ഇത് ഒരു സംഘർഷത്തിനുള്ളതല്ല, ഒരു വെല്ലുവിളികൾക്കുള്ളതല്ല, ഒരു പോർവിളികൾക്കുള്ളതല്ല. ഒരു പ്രദേശത്തെ കുടുംബങ്ങളുടെ, ജനങ്ങളുടെ, അവരുടെ ജീവിതാവശ്യമാണ് ആ പ്രദേശത്തേക്കുള്ള ഗതാഗത സൗകര്യം. ആ ഗതാഗത സൗകര്യം നിഷേധിക്കരുത്. അത് നിഷേധിക്കുകയാണ് എങ്കിൽ അത് നോക്കി കണ്ടിരിക്കാൻ നമുക്ക് നിർവാഹമില്ലാതെ വരും. അപ്പോൾ അതിൻ്റെ മറ്റ് അനന്തര നടപടികളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇന്ത്യയിൽ ആദ്യമായി വയോജനക്ഷേമ ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാന സർക്കാരിന് അഭിനന്ദനം അറിയിച്ച് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റി ഷൊർണൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തി. CITU ഡിവിഷൻ കമ്മിറ്റി അംഗം ND ദിൻഷാദ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി വയോജനക്ഷേമ ബജറ്റ് അവതരിപ്പിച്ച കേരള സർക്കാരിനെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഷൊർണൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തിയത്.
CIT ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അംഗം ND ദിൻഷാദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് വീടിനോട് ചേർന്ന് തന്നെ ഏറ്റവും അടുത്ത് തന്നെ നല്ല ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നിരവധിയായ ആശുപത്രികൾ അവർക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായി രാജ്യത്ത് ഉയർന്നു നിൽക്കുകയാണ്. അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് MK രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി K ചന്ദ്രൻ, മേഖലാ ഭാരവാഹികളായ N മുണ്ടൻ, NR സതീന്ദ്രൻ, KT രാമേന്ദ്രൻ, TR സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അപമാനിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അപമാനിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രതിഷേധ പരിപാടി DCC സെക്രട്ടറി K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിന് വളരെ ആശാവഹമായ ഒട്ടേറെ ഗുണകരമായ വികസന രംഗത്ത് മാറ്റുകൂട്ടാവുന്ന ഒട്ടനവധി പദ്ധതികൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച കേരള ജനതയെ ആകെ വെട്ടിലാക്കിക്കൊണ്ട് യാതൊരുവിധ പുതിയ പദ്ധതികളുമില്ലാതെ കേരളത്തിലെ മാത്രം ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി കേരളത്തെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി ഇവിടെ പുറത്തിറക്കിയത്. നമുക്കറിയാം, ഏറെ കാലങ്ങളായി ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനത്തെ നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട BJP സർക്കാരുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, VKP വിജയനുണ്ണി, വിജയ് പ്രകാശ് ശങ്കർ, ശിവപ്രകാശ് കൃഷ്ണൻ, മുരളി മാസ്റ്റർ, ദാസ് ശങ്കർ, V ആനന്ദ്, VP രാധാകൃഷ്ണൻ, അജിത് മാസ്റ്റർ, EA ഗീത, ഷീജ, താഹിർ അനങ്ങനടി, ഉദയകുമാർ, ബാബു പരുത്തിപ്പറ, അബൂബക്കർ, അലി, രവീന്ദ്രൻ, ഹരി, വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ ശ്രീ മാരിയമ്മൻ കോവിൽ പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ആഘോഷ പരിപാടികൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം കോവിലിൽ ഡബിൾ തായമ്പക അരങ്ങേറി. നിരവധി പേർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ഈ മാസം 9 തിങ്കളാഴ്ച രാവിലെ 10 ഉത്സവ കൊടിയേറ്റ് നടക്കും. 16 മഹോത്സവം സമാപിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ നഗരസഭാ കൗൺസിലർമാരെ അനുമോദിച്ചു. ഷൊർണൂരിൽ നടന്ന അനുമോദന സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. എന്റെ ജീവിത നിലവാരം, എന്റെ കുടുംബം മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു, അത് കൂടുതൽ മെച്ചപ്പെടുന്നു എന്ന് പറയണമെങ്കിൽ എനിക്ക് എന്റെ വരുമാനത്തിൽ വർധനവുണ്ട് എന്ന് കാണിക്കാൻ കഴിയും. എന്റെ വരുമാനം ഇന്നലെ ലഭിച്ച വരുമാനത്തെക്കാൾ ഇന്ന് എനിക്ക് വരുമാനത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് എങ്കിൽ എന്റെ ജീവിത നിലവാരത്തിൽ അത് പ്രതിഫലിക്കും. ഈ നാടിന്റെ മുഴുവൻ ജനങ്ങളുടെയും സ്ഥിതി എന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന 5 വർഷക്കാലം ഈ ജനപ്രതിനിധികൾ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വം ഈ നാടിന്റെ വികസനവും ഈ നാട്ടിലെ ജനങ്ങളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവും. അതുകൊണ്ട് വികസനം എന്നത് അത് ഏത് പ്രക്രിയ എടുത്താൽ, ഏത് മേഖല എടുത്താൽ, വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും കൃഷിയായാലും എല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ, വികസന ആലോചനകൾ എങ്ങനെയാണ് നാട്ടിലെ ജനങ്ങളുടെ വരുമാനത്തിൽ വർധനമുണ്ടാക്കുക എന്നത്. ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചു വളരാം, നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഷൊർണൂർ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരെയും അനുമോദിച്ചത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് എന്നിവർ, നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല,
വൈസ് ചെയർമാൻ VK അനുരാജ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VS സുദേശ് സ്വാഗതം പറഞ്ഞു. പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല, നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, കൗൺസിലർമാരായ K കൃഷ്ണകുമാർ, EP നന്ദകുമാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് MB രതീഷ് കുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെൺകഥകൾ വിരിയും ക്യാൻവാസിൽ. തൊഴിലെടുക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ കഥയാണ് ഇവിടെ ക്യാൻവാസിൽ വിരിയുന്നത്. പഴയലേക്കടി സീനിയർ ബേസിക് സ്കൂൾ അധ്യാപിക ശ്രീജ പള്ളം വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് സ്കൂളിൽ തന്നെ വെച്ച് സംഘടിപ്പിച്ചത്. ദി വുമൺ ഇൻ ദി വർക്കിംഗ് പ്ലേസസ് എന്ന വിഷയത്തിലുള്ള 112 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പാടത്ത് പണിയെടുക്കുന്നവർ, കുടനിർമ്മാണം, ജനകീയ ഹോട്ടൽ, ഭാരമേറ്റുന്നവർ തുടങ്ങി ഏത് ജോലികളും സ്ത്രീകൾ ചെയ്യുന്നുവെന്ന് ഈ ചിത്രങ്ങൾ തുറന്നു കാണിക്കുന്നു. ലിംഗസമത്വവും ലിംഗനീതിയും പൊരുതി നേടേണ്ട കാലമാണെന്ന സന്ദേശങ്ങളാണ് ചിത്രങ്ങളിലുള്ളതെന്ന് ശ്രീജ പള്ളം പറഞ്ഞു. സ്ത്രീ എന്താണെന്നും അവർ എവിടെയാണെന്നുമുള്ള അന്വേഷണ യാത്രകളാണ് തൊഴിലിടങ്ങളിലേക്ക് നയിച്ചതെന്നും അവർ പറഞ്ഞു. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നമ്മുടെ കേരളത്തിലെ വീട്ടിലെ വിഭവോടമസ്ഥത, കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അതുപോലെ തന്നെ സമ്പത്ത്, ഇതെല്ലാം സ്ത്രീകൾക്ക് കുട്ടികളെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കടന്നു. അതുകൊണ്ട് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം ഈ സാമ്പത്തിക തുല്യതയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ അവരുടേതായിട്ടുള്ള ഇടങ്ങൾ, തൊഴിലിടങ്ങൾ കണ്ടെത്തുന്നുണ്ടെന്നുള്ളൊരു അന്വേഷണത്തിൽ നിന്നാണ് 112 ചിത്രങ്ങൾ ഞാൻ ഈ സീരീസിൽ വരച്ചു കഴിഞ്ഞു. ഇതൊരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുള്ള തൊഴിൽ, പുതിയ പുതിയ തൊഴിലുകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന തൊഴിലുകളും ഒക്കെ ഇതിൻ്റെ വിഷയമായിട്ട് വന്നിട്ടുണ്ട്. കോവിഡ് കാലത്തെ സമൂഹം നേരിട്ട പ്രശ്നങ്ങളും പ്രളയകാലത്തെ സംഭവവികാസങ്ങളും ഇവിടെ വിഷയമാകുന്നു. കലാരംഗത്ത് 37 വർഷമായി ശ്രീജ പ്രവർത്തിക്കുന്നു. വധു, വിവാഹം എന്നതാണ് ഇപ്പോൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ. കൊച്ചി ദർബാർ ഹാൾ, തൃശൂർ ശ്രീചിത്ര ആർട്ട് ഗാലറി, കോഴിക്കോട് ലളിതകലാ അക്കാദമി ഗാലറി, തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയം, ലുധിയാന, നാസിക്, ന്യൂഡൽഹി ആർട്ട് ഡിസ്ട്രിക്ട്, ബാംഗ്ലൂരു ചിത്രകലാ പരിഷത്ത് ഗാലറി തുടങ്ങി കേരളത്തിലും പുറത്തുമായി 81 ഗ്രൂപ്പ് പ്രദർശനങ്ങളിലും 3 ദേശീയ ക്യാമ്പസുകളിലും 32 സംസ്ഥാന ക്യാമ്പുകളിലും പങ്കെടുത്തു. 2016 മുതൽ 2022 വരെ കേരള ലളിതകലാ അക്കാദമിയിൽ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. 2023 വര പത്നി പുരസ്കാരം, 2022 കേരള ലളിതകലാ അക്കാദമിയുടെ പെയിന്റിങ്ങിനുള്ള സ്റ്റേറ്റ് അവാർഡ്, 2025 പത്നി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം SRK നഗർ പള്ളത്ത് വീട്ടിലാണ് താമസം. ഭർത്താവ് P പരമേശ്വരൻ, മക്കൾ ബാലു, ആര്യ. പ്രദർശനം ചൊവ്വാഴ്ച സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ തീറ്റ തേടി പാലക്കാട് ജില്ലയിലെ വിവിധ ഇടങ്ങളിലെത്തി. പാടശേഖരങ്ങളിലെ തീറ്റ തേടി 3000-ഓളം ആടുകളാണ് മങ്കര മേഖലയിലെത്തിയിരിക്കുന്നത്. രണ്ടാം വിള കൊയ്ത കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ പച്ചപ്പുല്ലുകൾ ഭക്ഷിക്കാനാണ് ഇത്തരം ആട്ടിൻകൂട്ടങ്ങൾ എത്തുന്നത്. കോലാട്, ചെമ്മരിയാട് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട 3000-ഓളം വരുന്ന ആടുകളാണ് മങ്കര മേഖലയിൽ എത്തിയിരിക്കുന്നത്. കാലവും കാലാവസ്ഥയും നോക്കിയാണ് ഇവ വരാറുള്ളത്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് ഇവയെ ലോറിയിൽ എത്തിക്കുന്നത്. രണ്ടാം വിള കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിലെ പച്ചപ്പുല്ലുകൾ തിന്നാണ് ഇവർ വിശപ്പടക്കുന്നത്. നെൽപ്പാടങ്ങളിൽ അന്ത്യോളം മേഞ്ഞു നടക്കുന്ന ആടുകളെ രാത്രി കൃഷിയിടങ്ങളിൽ കൂടുകെട്ടിയാണ് താമസിപ്പിക്കുന്നത്. 3-4 സംഘങ്ങളായിട്ടാണ് ഇവയെ നെൽപ്പാടങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഇവയെ മേയ്ക്കാൻ തൊഴിലാളികൾക്ക് പുറമെ സഹായിയായി നായയും കൂടെ ഉണ്ടാകും. ഇവയുടെ അടുക്കും ചിട്ടയുമുള്ള കൂട്ടത്തോടെയുള്ള യാത്ര കാണാൻ തന്നെ ഏറെ കൗതുകകരമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ തന്നെ പറയുന്നു. എല്ലാ വർഷവും ആടുകളും താറാവുകളും ഇവിടെ എത്താറുണ്ട്. പാലക്കാട് ജില്ലയിൽ അതിഥികളായി ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ എത്തി. തമിഴ്നാട്ടിൽ നിന്നാണ് ഇവ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പല ഭാഗത്തും രണ്ടാം വിള കൊയ്ത്തു തുടങ്ങിയിട്ടില്ല. അത് കാരണം പുഴയോരങ്ങളിലും മറ്റ് പുറമ്പോക്കുകളിലുമാണ് ഈ ആടുകളെ മേയ്ക്കുന്നത്. 2 മാസത്തോളം ഇവ ഇവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞ് തിരിച്ചു പോകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJPയും കോൺഗ്രസും ഒരേ നയത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യമേഖലയെയും വിദ്യാഭ്യാസ മേഖലയോടും കേന്ദ്രം കടുത്ത അവഗണനയാണ് കാണിച്ചതെന്നും എയിംസും അതിവേഗ റെയിൽവേ പദ്ധതിയും പരിഗണിക്കാത്തത് നിരാശാജനകമെന്നും പിണറായി വിജയൻ. LDF നയിക്കുന്ന തെക്കൻ മേഖലാ ജനമുന്നേറ്റ യാത്രയ്ക്ക് ചേലക്കരയിൽ തുടക്കം. ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ട്രംപെന്നും ട്രംപിന് മുന്നിൽ കാൽ താക്കാൻ പോവുകയാണ് മോദിയും BJP സർക്കാരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിശ്വാസികൾക്ക് ഇടതുപക്ഷത്തെ വിശ്വാസമാണെന്നും
LDFിന്റെ നിലപാടുകളെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നും LDF വളരെ ഉറപ്പോടെയാണ് ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നതെന്നും ബിനോയ് വിശ്വം. തൃശൂർ പീച്ചിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മരിച്ചത് മയിലാടുംപാറ സ്വദേശി 35 വയസ്സുള്ള ഷിജോ. സംഭവം ചൊവ്വാഴ്ച വൈകിട്ട്. വാളയാർ വട്ടപ്പാറയിൽ കാട്ടാന ട്രെയിൻ തട്ടിച്ചരിഞ്ഞു. ആനക്കൂട്ടം ട്രാക്ക് കടക്കുമ്പോൾ ട്രെയിൻ തട്ടിയതെന്ന് നിഗമനം. മുള്ളൂർക്കര ഇരുനിലംകോട്ടിൽ നൂറ്റാണ്ടുകളായി 40 കുടുംബങ്ങൾ യാത്ര ചെയ്യുന്ന വഴി അടയ്ക്കാനുള്ള ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി വഴിയടയ്ക്കൽ നിർത്തിവെച്ച ക്ഷേത്ര കമ്മിറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.